നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയ കൃഷ്ണയുടെ പ്രസവം ചിത്രീകരിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ഏതാണ്ട് ഒരു ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് 6 മില്യണോളം വ്യൂസ് നേടി ട്രെൻഡിങ്ങിൽ 1-ാം സ്ഥാനത്താണ് ഇപ്പോഴിതുള്ളത്. അത്ര കണ്ട് പരിചയമല്ലാത്ത രീതി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. ആരോഗ്യകരമായ ചർച്ചകൾക്കാണ് ദിയ കൃഷ്ണയുടെ വീഡിയോ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പ്രസവം പോലെയുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും സമൂഹ മധ്യത്തിൽ ഇട്ട് കാശുണ്ടാക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിലും വലിയൊരു മാറ്റത്തിന് പ്രേരണയാകുന്ന ദൗത്യമാണ് ദിയ നടത്തിയതെന്ന് സമ്മതിക്കേണ്ടി വരും. ആശുപത്രികളിലെ ലേബർ റൂമുകളിൽ ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം വേണോ വേണ്ടയോ എന്ന ചർച്ചകളാണ് പ്രധാനമായും സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. ഇതൊരു സ്വകാര്യതയായിട്ടൊക്കെയാണ് ഇപ്പോഴും ഭൂരിഭാഗം പേരും കാണുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വകാര്യത വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രസവിക്കാൻ പോകുന്ന ആളാണ്. യുദ്ധസമാനമാണ് ഒരു കാലം മുൻപ് വരെ ഉള്ള പ്രസവ വാർഡുകൾ എന്നാണ് ഈ അനുഭവത്തിലൂടെ കടന്നുപോയ സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ചോര ചിന്തിയ പരിസരം, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സമ്മർദ്ദങ്ങൾ, പ്രിയപ്പെട്ടയാളെ കാണാനാകാത്തതിൻ്റെ വിഷമം, ഇതെല്ലാം സഹിച്ചാണ് ഒരാൾ പ്രസവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ആളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തന്നെയാകും. പ്രാണഭയത്താൽ ഇനി പ്രിയപ്പെട്ടവരെ കാണാനാകുമോ എന്ന ആശങ്കയോടെ, ശരീരത്തിന് താങ്ങാനാകുന്നതിനും അപ്പുറമുള്ള വേദനയോടെ, ഒറ്റപ്പെടലോടെ ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയവരുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ടെന്നാണ്. മറ്റൊരാൾ നടത്തി കാണിക്കാൻ വിമുഖത കാണിക്കുന്ന വിഷയമാണ് ദിയ കൃഷ്ണ സധൈര്യം മുന്നോട്ട് വച്ചതെന്ന് പറയാം. വിദേശ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയ ഈ രീതികൾ മലയാളികൾക്കിടയിൽ മാറ്റത്തിന് വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം എന്നത് കുടുംബാംഗങ്ങൾ ലേബർ റൂമിനുള്ളിൽ ദിയയ്ക്ക് നൽകുന്ന പിന്തുണയാണ്. ദിയയുടെ ഭർത്താവ് അശ്വിനും പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധുവും 3 സഹോദരിമാരും ലേബർ റൂമിനുള്ളിൽ ഉണ്ട്. പ്രസവ വേദനയാൽ ദിയ നിലവിളിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ നൽകുന്ന പിന്തുണ കണ്ട് കരങ്ങിപ്പോയി എന്നാണ് ഭൂരിപക്ഷം പേരും കമൻറ്റിൽ പറയുന്നത്. പ്രസവ വാർഡുകളിൽ തങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലും അരക്ഷിതാവസ്ഥയിലും നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ചീത്തവിളികളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിയയുടെ വീഡിയോയെ സ്ത്രീകളടക്കം പ്രശംസിച്ചത്. പ്രസവമുറിയിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഒരു ഗർഭിണിക്ക് എത്രത്തോളം വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആശ്വാസം നൽകുമെന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ദിയയുടെ വീഡിയോ. സമൂഹത്തിൽ നല്ല മാറ്റങ്ങളും നല്ല സന്ദേശങ്ങളും കൊണ്ടുവരാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലെന്നാണ് പലരും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. 12 വർഷം മുൻപ് പ്രസവം ചിത്രീകരിച്ചപ്പോൾ ശ്വേതാ മേനോനെ ചീത്ത വിളിച്ച മലയാളികൾ ഇന്ന് 90% ഈ വീഡിയോ സ്വാഗതം ചെയ്യുകയാണ്. മലയാളിയുടെ ചിന്താഗതിയിലുണ്ടായ പുരോഗതി പ്രകീർത്തിക്കേണ്ടത് തന്നെയാണെന്നും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. പ്രസവ സമയത്ത് ഒരു സ്ത്രീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കുമെന്ന പ്രതീക്ഷയും നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും ഭർത്താവിനെയും അമ്മയെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണമെന്ന അഭിപ്രായമാണ് നിരവധി പേർ പങ്കുവയ്ക്കുന്നത്. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഉണ്ടാകരുതെന്നും പ്രത്യാശിക്കാം.